നമസ്കാരം, വെൽക്കം ടു ക്ലിക്ക് ഓൺ ട്യൂണിൻ അറ്റ് കോഫി ടൈം. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് അറിയാമല്ലേ. ഇന്ന് ആരാണ് നമ്മുടെ കോഫി ടൈമിലെ വിശേഷങ്ങൾ എന്താണ് അല്ലേ. അപ്പോൾ എത്രയോ പേർക്ക് നമ്മുടെ ഈ പ്രോഗ്രാം വഴി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യു എയിലൊക്കെ ഇവരൊക്കെ സ്റ്റാർസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവഴി വന്ന സിംഗേഴ്സൊക്കെ ഇപ്പോൾ ഹിന്ദി ക്രൗഡിലായാലും പാകിസ്ഥാനി ക്രൗഡിലായാലും അപ്പോൾ നമ്മുടെ മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട സിംഗേഴ്സായിട്ട് മാറാൻ ഈ ഒരു പ്രോഗ്രാം വഴി കാരണമായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളെ കോഫി ടൈമിൽ ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങൾക്കായിട്ട് ഒരുക്കാൻ പോവുകയാണ്. ഇപ്പോൾ അറിയാം, നമ്മുടെ യു എയിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാസർഗോട്ടുകാർ തന്നെയാണ്. നമ്മൾ എവിടെ പ്രോഗ്രാംസിന് പോയാലും അല്ലെങ്കിൽ എന്തൊക്കെ ഉത്സവമേളങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ടീം സ്പിരിറ്റിൽ വരുന്ന ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്പർ 1 കാസർഗോട്ടുകാർ തന്നെയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോട്ടുകാർക്ക് അത് മനസ്സിലാവും, നമുക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മുടെ കോഫി ടൈമിൽ നല്ല ഉഷാറായ നല്ല എനർജിയോട് കൂടി 2 കാസർഗോഡ് സിംഗേഴ്സിനെയാണ് ഒരുമിച്ച് കൊണ്ടുവരാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും നിങ്ങൾക്കറിയാം, പട്ടുറുമാൽ എന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലൂടെ പരിചിതമായ മുഖങ്ങളാണ് ഈ 2 പേര്. ഒരാൾ നമ്മുടെ പട്ടുറുമാലിൽ ഒരു സീസണിലെ വിന്നറായിരുന്നു, ട്രൂപ്പായിട്ട് വന്ന ഒരു സീസണിലെ വിന്നറായിരുന്നു. ഒപ്പം മറ്റേ സിംഗർ എന്ന് പറഞ്ഞാലും പട്ടുറുമാലിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഒപ്പം ഒരുപാട് നല്ല മാപ്പിളപ്പാട്ട് ആൽബങ്ങളിലൂടെയും പ്രണയഗാന ആൽബങ്ങളിലൂടെയൊക്കെ പരിചിതനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരും ഞാൻ വെൽക്കം ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നിഷാദ് റഹ്മാൻ പട്ടുറുമാൽ, ഒപ്പം അലി മങ്ങാട് സിംഗർ, 2 പേർക്കും ട്യൂണിൻ അറ്റ് കോഫി ടൈമിലേക്ക് സ്വാഗതം. വെൽക്കം വെൽക്കം. അലി മങ്ങാട്, നിഷാദ് റഹ്മാൻ പട്ടുറുമാൽ, 2 പേർക്കും നമ്മുടെ ക്ലിക്ക് ഓൺ ട്യൂണിൻ അറ്റ് കോഫി ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നത്, മാഹിയിലെ പെൺപിള്ളാരെ കണ്ടുക്ക, ചൊക്ലീത്തെ പെൺപിള്ളാരെ കണ്ടുക്ക, കാസർഗോട്ടെ ആൺപിള്ളാരെ കണ്ടുക്ക്. കാസർഗോഡ് ആൺപിള്ളേരെ കുറിച്ചിട്ടാണ് ശരിക്കും പാട്ടുണ്ടായത് ആണല്ലേ. അതെ, ഇതിപ്പം ശരിക്കും പറയാൻ പ്രേക്ഷകർക്കറിയാം, നമ്മുടെ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ഇല്ലേ തരംഗമായ ഒരു. അതെ, ഇപ്പൊ കാസർഗോട്ടുകാരെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ചോദിക്കണ്ടേ എൻ്റെ രഹസ്യം എന്താണെന്ന്. അപ്പോൾ ഈ ഒരു പാട്ടിന്റെ രഹസ്യം അല്ലെ എന്താണ് ഇതിന്റെ, നിങ്ങൾ കാസർഗോട്ടുകാരായിട്ട് നേരിട്ടങ്ങ് ചോദിക്കാന്ന് വെച്ചു. അതായത് ഈ പാട്ട് യഥാർത്ഥത്തിൽ പാടിയിരിക്കുന്നത് അണങ്കൂർ അത് ആ കുട്ടി വെറുതെ ഇങ്ങനെ ഒരു നേരം പോക്കിന് വൈകുന്നേരം ചങ്ങായിമാരപ്പോ ബൈക്കിന് തട്ടി പാടാത്, അണങ്കൂറത്തെ ചെക്കന്മാരെ കണ്ടുക്ക, കാസർഗോഡ് പിന്നെ അതിന്റെ ബേസ് ചെയ്തിട്ട് തലശ്ശേരിയിലെ പെൺപിള്ളേരെ ഏറ്റെടുത്തു അല്ലേ. അതിനു മുമ്പ് തന്നെ മാലിക്കിനാറിഞ്ഞ കാസർഗോഡിൽ അവർ ഒരു പെൺകുട്ടി റിപ്ലൈ കൊടുത്തായിരുന്നു, ജക്കീറത്തെ പെൺപിള്ളേരെ കണ്ടിക്ക. അത് കണ്ടിക്കാന്നല്ല അതിൽ പറയുന്നത്, ജക്കീറത്തെ പെൺപിള്ളേരെ കണ്ടീന, ആ സ്ലാങ്ങിലാണ് പറയുന്നത്. പിന്നെ അതിങ്ങനെ പാടിക്കൊണ്ട് കുറച്ചു കാലം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കാസർഗോഡ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് തലശ്ശേരിയിലേക്ക് എത്തുമ്പോൾ തലശ്ശേരിത്തെ കുട്ടികൾ പാടുമ്പോഴത്തേക്ക് ഞാനൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ആയിരിക്കാം. മാഹിയിലെ പെൺപിള്ളേരെ കണ്ടിക്ക, തലശ്ശേരിയിലെ പെൺപിള്ളേരെ കണ്ടിക്ക. അതുകൊണ്ടാണ് ഇത്ര വൈറൽ ആയത് ഈ ഒരു പാട്ട് ഇത്രയ്ക്കായത്. ഇപ്പൊ നമ്മള് കാസർഗോട്ടുകാരെ ഇപ്പൊ ഇരുന്നിങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇവര് പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ആളെന്ന് പറഞ്ഞാൽ കാസർഗോട്ടുകാരനാണ്, നമ്മളത് കൺഫേം ചെയ്തു. പിന്നെ അലി പറയൂ, എത്ര നാളായി ഇവിടെ എത്തിയിട്ട്? ഞാൻ 4 വർഷമായിട്ട് ഇവിടെയാണ്. അതായത് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി വർക്ക് ചെയ്യുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് ഇമിറ്റേഷൻ ജ്വല്ലറി ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ശരി. പിന്നെ ഇവിടെ പാട്ട് ഞാൻ അലിയുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള അലി ഒരുപാട് ഇങ്ങനെ മ്യൂസിക് ആൽബങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പാട്ട് പാടുന്നതിനെക്കാളും കൂടുതൽ എനിക്ക് താല്പര്യം രചന സംഗീതം, പുതിയ ട്യൂൺസ് ഉണ്ടാക്കുക, നല്ല നല്ല സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കുക, ഇതാണ് എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ സംഗീത സംവിധാനം ഇങ്ങനെ വെമ്പുന്നുണ്ട് അല്ലേ, കരയുന്നു. നല്ല പാട്ടുകൾ. അതെ, അലി പാടാൻ പോണത് എനിക്ക് അലീൻ്റെ ഒരു ആൽബത്തിലെ സോങ് ആയിരിക്കും അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പാട്ട് എന്തായാലും. പിന്നെ നിഷാദ് നമുക്കറിയാം പട്ടുറുമാലിന്റെ ഒരു വിന്നറായിരുന്നു, ഗ്രൂപ്പായിട്ട് വന്ന ആബിദിന്റെ ഒക്കെ കൂടെ ആദിലത്തുണ്ട് ആ ടീമിൽ നിങ്ങൾ വിന്നറായിരുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കപ്പൊക്കെ മുത്തമിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ. അപ്പോൾ കാസർഗോട്ടുകാരുടെ ഹരമായ 2 സിംഗേഴ്സാണ്. ഇവിടെ എങ്ങനെയാണ് നിഷാദ് എത്തിയത്? വിസിറ്റിലാണോ അതോ ജോലിയിലാണോ? ഞാൻ ജോബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഞാൻ മുമ്പൊക്കെ പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പൊ ഇനി ഇവിടെ മാസ്റ്റർ ആയിരിക്കും പാടുന്നതാ. ചെറുപ്പം തൊട്ടേ ചെറുപ്പത്തില് പാടുന്നുണ്ട്. ഗൾഫിൽ പ്രോഗ്രാം ചെയ്യും. അപ്പൊ മാസ്റ്റർ നിഷാദ് മാറി ഇനിയിപ്പോ എന്താണ് അപ്പൊ നിഷാദായിട്ട് മാറുന്നില്ലേ? ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് വന്നത് എറഞ്ഞോളി മൂസക്കാരോടെ മാസ്റ്റർ ആയിട്ടുള്ള സമയത്ത്. മൂസക്കാരോടെയാണ് എൻ്റെ ആദ്യത്തെ ഗൾഫ് ഷോ. അപ്പൊ എന്തായാലും ഇനി ഇവിടെയും ഒരു നല്ല ജോലിയിലായിട്ട് ഇവിടെയും പാട്ടുകളോടെ പോട്ടെ കേട്ടോ. അങ്ങനെ ഒരു വിഷയം ആദ്യം തന്നെ ചെയ്യാണ്. അപ്പൊ നമുക്കറിയാലോ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അലിയും ഒപ്പം നിഷാദും ഉണ്ട്. നമുക്കിപ്പം അലിയുടെ കാര്യം പറഞ്ഞ പോലെ ആൽബങ്ങൾ രചനയും സംഗീതമൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അലി ക്ലാസിക്കലായി പഠിച്ചിട്ടുണ്ടോ? എനിക്ക് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പം തൊട്ടേ പാടി മറ്റുള്ള സിംഗേഴ്സിൽ കിട്ടിയ അറിവല്ലാതെ ഒരുപാട് കേട്ടുള്ള അല്ലാതെ വേറെ ക്ലാസിക്കലായിട്ടോ പഠിച്ചിട്ടൊന്നുമില്ല. അതെ, അപ്പൊ ഉള്ളിന്റെ ആ രക്തത്തിൽ സംഗീതം ഉണ്ട് തന്നെ, അത്ര തന്നെ. പിന്നെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ആരും സിംഗേഴ്സ് ആയിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. കുറേ നല്ല ആൽബംസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. നമുക്ക് ആൽബത്തിലുള്ള ഒരു സോളോ തന്നെ ആദ്യം പ്രേക്ഷകർക്കായിട്ട് പാടാം. ഏത് പാട്ടാണ് പാടാൻ പോണേ? എന്നെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന മൗനം സമ്മതം എന്ന ആൽബത്തിലെ ഷാഫിയും പാടിയിട്ടുള്ള പാട്ട് ഞാനും പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പാടിയ ആ പാട്ട് ശരി. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഞാൻ തന്നെയാണ് ലിറിക്സ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പാട്ടിലേക്ക് പോകാം. തീ കൊള്ളിത്തൊട്ടൻ നെഞ്ചകം നീറിപ്പുകയുകയായി കൽവിൻ പാടത്ത് പ്രണയമാം വിത്ത് ഇട്ട് നീ മറഞ്ഞോടി. പ്രേമത്തീ കൊള്ളിത്തൊട്ടൻ നെഞ്ചകം നീറിപ്പുകയുകയായി കൽവിൻ പാടത്ത് പ്രണയമാം വിത്ത് ഇട്ട് നീ മറഞ്ഞോടി. പ്രേമത്തീ കൊള്ളിത്തൊട്ട് കൽബിലെന്നും നീ മുല്ലേ കനവ് തന്നൊരു പൂമുല്ലേ. കൽബിലെന്നും നീ മുല്ലേ കനവ് തന്നൊരു പൂമുല്ലേ. എൻ്റെ മോഹം പൂവായി വിരിഞ്ഞതല്ലേ എൻ മുല്ലേ. മുഹബത്തെ സത്തേ ഹൃദയത്തെ പുൽകാൻ നീ അണയൂലേ. മായും കനവുകൾ നെഞ്ചിൽ നിറയുമ്പോൾ എന്നും എൻ മനം തേങ്ങും. പ്രേമത്തീ കൊള്ളിത്തൊട്ടൻ നെഞ്ചകം നീറിപ്പുകയുകയായി കൽവിൻ പാടത്ത് പ്രണയമാം വിത്ത് ഇട്ട് നീ മറഞ്ഞോടി. പ്രേമത്തീ കൊള്ളിത്തൊട്ട് വേദനയാൽ ഞാൻ പാടും പ്രണയഗീതം നീ കേട്ടോ. വേദനയാൽ ഞാൻ പാടും പ്രണയഗീതം നീ കേട്ടോ. നീറുമെൻ്റെ കൽവിൻ്റെ ഇടറും വേദന നീ കണ്ടോ. പ്രേമ മനസ്സിൻ്റെ സ്നേഹം സത്യമാണെന്നും ഞാൻ തെളിവായി താളം തെറ്റിയ മന
മനസ്സ് കരഞ്ഞൊന്ന് പാടും പാട്ടിത കേട്ടോ. പ്രേമത്തീ കൊള്ളിത്തൊട്ടൻ നെഞ്ചകം നീരിപ്പുകയുകയായി. കൽബിൻ പാടത്ത് പ്രണയമാം വിത്തയിട്ട് നീ മറഞ്ഞോടി. പ്രേമത്തീ കൊള്ളിത്തൊട്ട് സൂപ്പർ സൂപ്പർ. അലി നന്നായിട്ടുണ്ട്. അലി ഇത് ഈ പ്രേമ തീക്കൊള്ളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം, എവിടെയെങ്കിലും പൊള്ളിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പൊള്ളാനും വിട്ടില്ല, അവളെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പോഴേ കല്യാണം കഴിച്ചു. എന്നാലും പൊള്ളിയാലോ ഒന്ന് സങ്കല്പിച്ചൊക്കെ നെയ്ത് വെക്കുന്നത് അല്ലേ? നന്നായിട്ടുണ്ട്. എന്താണ് ഫാമിലി പറയൂ, ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, വൈഫ്, എൻ്റെ മകൻ. മങ്ങാട് എന്ന് വെച്ചാൽ കാസർഗോഡ് സ്ഥലമാണോ? കാസർഗോഡ് ഉദുമ മാങ്ങാട്. ഉദുമ മങ്ങാട്. ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ മാങ്ങാടല്ല, ഉദുമ 4th ഗേറ്റ് 4ാം വാതുക്കൽ. മാങ്ങാട് ഞാൻ അവിടെ കുറച്ച് നാളുണ്ടായതുകൊണ്ട് അവിടുത്തെ കേരളോത്സവത്തിലൊക്കെ പാടുമ്പോൾ അവിടുത്തെ ക്ലബ്ബുകൾ ഇട്ട് പേര് സ്വന്തമായിട്ട് എടുത്തു. അങ്ങനെ ആ പേരൊക്കെ എടുത്തു. പക്ഷെ മങ്ങാട് നടേശൻ എന്നൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു മ്യൂസീഷ്യൻ. കണ്ണൂർ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് ചോദിച്ചിട്ട് ഏതാണ് കൺഫ്യൂഷൻ, കാസർഗോഡാണോ കണ്ണൂരാണോ? ഇല്ല, കണ്ടക്ക്. നിഷാദിന്റെ കാര്യം, നിഷാദ് പട്ടുമാലില് അങ്ങനെ വന്നിട്ട് ഒരുപാട് പട്ടുമാലിലെ പ്രേക്ഷകരാണ് ഇവിടെ കൂടുതൽ, ഗൾഫിൽ പ്രത്യേകിച്ച് അല്ലേ. അപ്പൊ ഇവിടെ നിഷാദ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ നാട്ടിൽ നിന്ന് ഇനി വിസയും ടിക്കറ്റ് ഒന്നും വെച്ച് വിഷമിക്കണ്ട. ഇപ്പൊ ആളിവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അലിയൊക്കെ പോലെ തന്നെ. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ വന്നിട്ടാണോ കണ്ടത്, അതോ നേരത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നോ? നമ്മൾ നാട്ടിലൊരുമിച്ച് കുറേ പ്രോഗ്രാം ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന വീട് നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി അല്ലേ? റെക്കോർഡിംഗ് സെഷനൊക്കെ വെച്ച് കണ്ടുമുട്ടി. നിഷാദിന്റെ വിശേഷങ്ങള്, നിഷാദ് വീട്ടിലാരൊക്കെ ഉണ്ട്? നല്ല വിശേഷമാണ്. വീട്ടില് ഉമ്മ, പിന്നെ എൻ്റെ ചെറിയ ഫാമിലിയാണ്, 5 ബ്രദേഴ്സ് 3 സിസ്റ്റേഴ്സ്. 9 പേരല്ലേ മുഴുവൻ? അതെ, 9 പേര്. ഞാൻ 7ാമതാണ്. ചെറിയ ഫാമിലി. അതെ. അപ്പൊ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ? എല്ലാരും ഇവിടെ ഉണ്ടോ? എൻ്റെ ബ്രദേഴ്സൊക്കെ ഗൾഫിലാണ്, ഒരാൾ മലേഷ്യയിൽ. ഓക്കെ. അപ്പം നാടും ഇവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെ ജോലിക്ക് ശ്രമിച്ച നല്ലൊരു ജോലി, മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കിട്ടട്ടെ. ഒപ്പം നമ്മുടെ ഈ ഒരു അല്ലേ പാട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഫേസ്ബുക്ക് കോൺടെസ്റ്റിനുള്ള ചോദ്യമുണ്ട്. ഞാൻ ആദ്യം പാടിയില്ലേ, കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി എന്നുള്ള പഴയ പാട്ട്. ഈ ഒരു പാട്ട് പാടിയത് ആരാണ്? പാട്ട് പാടിയ ഗായിക ആരാണെന്നാണ് ചോദ്യം. ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേജിലേക്ക് കയറുക, നമ്മുടെ ഈ ട്യൂണിനെറ്റ് കോഫി ടൈം പേജിൽ കയറിയിട്ട് കസ്തൂരി തൈലമിട്ടുന്ന പാട്ട് പാടിയ ഗായിക ആരാണെന്ന് എഴുതുക. ലക്കിയസ്റ്റ് ആയിട്ടുള്ള 2 പേർക്ക് നമ്മുടെ ഷൈന ഫാഷൻ നൽകുന്ന ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. കാസർഗോഡ് ആമ്പിള്ളർ പറയൂ ഇനി ബാക്കി വിശേഷങ്ങൾ. നിഷാദ് ഇങ്ങനെ ആൽബംസ് പാടാറുണ്ടോ, എഴുതാറുണ്ടോ? അല്ലെങ്കിൽ കാസർഗോഡൊക്കെ ഉള്ളവർ കണ്ടില്ലേ, എല്ലാവരും ഒരു പുലികളാണ്, പുലികൾ. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ കലാലയം എന്ന് പറഞ്ഞുള്ള ഒരു അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രേമത്തേക്കോട്. പക്ഷെ അലി എന്ന് കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ഷാഫി ഇങ്ങനെ സ്റ്റേജിൽ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഷാഫി അതേ ആൽബത്തിൽ പാടിയിട്ടുണ്ട് അല്ലേ? ഇത് കലാലയം വളരെ ഫേമസ് ആണ്. അത് വിഷ്വലും കലാലയം ഞാൻ തന്നെയാണ് സംഗീതവും രചനയൊക്കെ. അത് ശരി, ശരി. അപ്പൊ ഏത് കലാലയത്തിലാണ് പഠിച്ചത്? ഞാൻ കലാലയം എന്ന് വെച്ചാൽ ഞാൻ +2 പഠിച്ചത് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കര അല്ലേ? എൻ്റെ നാട്ടിൽ തന്നെയാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിലെ കഥയാണ് ഞാൻ പാട്ടായിട്ട് എനിക്ക് രൂപമാറ്റം വരുത്തിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സ്കൂളിന് നമ്മളൊരു കലാലയമാക്കി. കാരണം വെച്ചാൽ കണ്ടിട്ടുണ്ട്. ഞാൻ ആ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കൂളിൽ നിന്ന് എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, പെണ്ണെ പെണ്ണെ ഒരു മാലാഖ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്താണ്ട് കൈയടിയായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ കൈയടിയിട്ടുണ്ട്. പക്ഷേ തുടങ്ങുന്ന മുതൽ തീരുന്നവരെ എൻ്റെ സ്കൂളിലെ കുട്ടികളും മാഷന്മാരെല്ലാവരും പേടിച്ച ആ ഒരു നിമിഷം ഭയങ്കര സംഭവം. സ്കൂളിൽ കൂടെ പഠിച്ചവരൊക്കെ അത് കാണുന്നുണ്ടാവും. അവർക്ക് എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഒരാള് ആ ഒരു പാട്ടിന് 2 പേര് പാടിയേ, പെണ്ണെ പെണ്ണല്ലേ, അത് ആരെങ്കിലും ഉണ്ടോ എന്തോ? പോട്ടെ പോട്ടെ പാടിക്കോട്ടെ. പെണ്ണെ പെണ്ണേ നീ മാലാഖയോ, 14ാം രാവിലെ ചന്ദ്രികയാണോ, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, ആരു നീ സ്വപ്ന സുന്ദരി, ആരു നീ സ്വപ്ന സുന്ദരി. സൂപ്പർ സൂപ്പർ. ഇതില് പെൺകുട്ടികളാണോ കൂടുതൽ സ്കൂളില്, അതോ ആൺകുട്ടികളായിരുന്നോ? എല്ലാവരും ഉണ്ട്. ഈക്വൽ ആയിരുന്നു. അപ്പൊ ഈക്വൽ ആയിട്ട് അടിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ.
നമുക്ക് ചെറിയൊരു ബ്രേക്ക് തിരിച്ചു വരാം. ഇനി നമ്മുടെ നിഷാദിന്റെ പാട്ടും നമ്മുടെ ഡ്യുവറ്റൊക്കെ ബാക്കിയുണ്ട്. ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ചെറിയൊരു ബ്രേക്ക്. സ്റ്റേ ട്യൂൺ. വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓൺ ട്യൂൺ ഇൻ കോഫി ടൈം. ഇപ്പം എന്നോടൊപ്പം 2 കാസർഗോഡ് സിംഗേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ട 2 പാട്ടുകാരനാണ്, നമ്മുടെ അലി മങ്ങാടും ഒപ്പം നിഷാദ് റഹ്മാൻ പട്ടുമാലും. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡ്യുവറ്റിലേക്ക് പോകാം. എന്നോടൊപ്പം ഇന്ന് ഡ്യുവറ്റ് പാടുന്നത് നമ്മുടെ നിഷാദ് റഹ്മാൻ പട്ടുമാലാണ്. നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ മാപ്പിളപ്പാട്ട് ഡ്യുവറ്റാണ് പാടുന്നത്. ഇത് പഴയ പാട്ടാണ്, ഇപ്പോൾ ശരിക്കും റീമിക്സ് ഒക്കെ ആയിട്ട് അല്ലേ, നമ്മുടെ ആബിദും സിമ്മിയും പാടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മൾ നിങ്ങൾക്കായിട്ട് പാടുന്നു. അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞാട്ടേ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകി. അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞാട്ടേ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകി. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ. മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ. മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. അത്തിരുദൂതരൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്നു പിടിച്ചില്ലേ. പ്രേമിക്കാതെ പോകല്ലേ, ഈ പ്രേമം വിട്ടുകളയല്ലേ. അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞാട്ടേ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകി. തത്സമയത്തിനാക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ. തേൻകനി വച്ചു മുറിക്കാനായി മങ്കതൻ കത്തിയെടുത്തില്ലേ. തത്സമയത്തിനാക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ. തേൻകനി വെച്ചു മുറിക്കാനായി മങ്കത കത്തിയെടുത്തില്ലേ. പൊന്നുളി യൂസുഫ് അടുത്തു വരുമ്പോൾ മങ്കകളോടിയൊളിച്ചില്ലേ. ലക്ഷ്യം തെറ്റിപ്പോകല്ലേ, ആ തങ്കക്കൈ മുറിഞ്ഞില്ലേ. അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിൻ്റെ കഥ പറഞ്ഞാട്ടേ. മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരിത്തൂകി. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്
ഉസിറിന്റെ കഥ പറ